അത് ആദ്യം നിങ്ങളൊന്ന് എവിടെ പോകണ്ട, നമ്മൾ വണ്ടി പിടിച്ച് പോകണ്ട, ഈ ഗൂഗിളിലൊന്ന് നോക്കൂ അവരെന്തൊക്കെ ചെയ്തു, ഈ മാറ്റം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ഏത് വേറെ കൺട്രിയിലുണ്ട് UPI ഇതുപോലെ സജീവമായിട്ട്. നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ പ്രായമായിട്ടുള്ളവരായിക്കോട്ടെ, ആൾക്കാർക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് UPI. ഇത് നമ്മുടെ ഈ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് UPI ഉള്ളത്? ഇത് ആര് കൊണ്ടുവന്നതാണ്? ആര് വന്നതിന് ശേഷം വന്ന? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് ഇവിടെ കിട്ടുന്നുള്ളൂ അല്ലേ? അതെ. അപ്പോൾ അതും ഈയിടയ്ക്ക് അതും ഒരു ഇതുണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഒരു വികസനം. അതായത് ഇപ്പം മോദിജിയുടെ ഒരു ക്വാളിറ്റി ഇത് പറയുമ്പോൾ നമ്മൾ ഭയങ്കര മറ്റേ ഇതിൻ്റെ കമൻസ് പോലും ഞാൻ കാണാറുണ്ട്, ചാണകം അല്ലെങ്കിൽ ചാണകം തലക്ക് കയറിയിൽ ഇങ്ങനെയൊക്കെ. നിങ്ങൾ നോക്കൂ, ഞാൻ വായിച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. അതായത് മോദിജി എന്നും ഇന്ന് വരെ മോദിജിയുടെ അമ്മ മരിച്ച ദിവസം പോലും അമ്മയുടെ ഫ്യൂണറൽ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അതിന് ശേഷവും ജോലിക്കാര്യം, അതായത് വീഡിയോ കോൺഫറൻസ് നടത്തിയ ഒരാളാണ്. ഇന്ന് വരെ ഒരു ലീവ് പോലും എടുക്കാത്ത ആളാണ്. കൃത്യം 9:15 ഓഫീസിലെത്തി ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ കേരളത്തിൽ എത്ര രാഷ്ട്രീയക്കാർ അങ്ങനെയുണ്ട്? പക്ഷേ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 5 വർഷം മുന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊറോണ വന്ന സമയത്ത് പാത്രം അടിക്കുന്നു, ഈ പറഞ്ഞ പോലെ നോട്ട് നിരോധനം, ഇതൊക്കെ ഈ ഒരു പാർട്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ അംഗീകരിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ? ചേട്ടാ, അതിൻ്റെ റീസണും അവർ തന്നെ പറഞ്ഞില്ലേ ആക്ച്വലി. അതായത് എന്തിനാണ് അങ്ങനെ പാത്രം കുട്ടി ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെന്തായിരുന്നു ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറഞ്ഞ ലൈറ്റ്സ് ഓൺ, അതൊക്കെ ഒരു ഇപ്പം നമ്മൾ എല്ലാവരും കുറേ ജനങ്ങളെ കൂട്ടി നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടി നിർത്തിയിട്ട് മറ്റേ ദീപം തെളിയിക്കാൻ, അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു ആ സമയത്ത്? അല്ല. അപ്പം നമ്മൾ വീടിനുള്ളിലിരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സമയത്ത്. അല്ലാതെ അതിനെ ട്രോൾ, നമ്മുടെ എന്തൊരു കാര്യം കിട്ടിയാലും അതിനെ വളച്ചൊടിച്ച് വേറൊരു ട്രോളാക്കി ഇവിടെ ഇറക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ഇതൊന്നും അറിയാത്ത, ഇതിനെപ്പറ്റിയൊന്നും അധികം അറിയാത്ത ആളുകൾ ഇത് എന്താ പറയുക, ഇത് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അന്ന് കൂടുതലായിട്ട് വന്നൊരു ട്രോൾ ഇതാണ്, പാത്രം കൊട്ടി കൊറോണ ഓടിക്കുന്നു എന്ന്. കൊറോണ ഓടിക്കാനല്ലല്ലോ പാത്രം കൊട്ടിയത്. അപ്പോൾ ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത് അതിനല്ലല്ലോ. നമ്മളൊരു എന്താ പറയുക, ഒരു അതിനൊക്കെ എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ എങ്ങനെ പറയണം എന്നുള്ളത്. കുറച്ച് കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചാൽ മതി, എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് കേട്ടാൽ മതി. അതിപ്പോൾ അവർ നല്ല ഏതൊരു പൊളിറ്റീഷ്യനായാലും, ഏത് പാർട്ടിയുടെ ഏത് പൊളിറ്റീഷ്യനായാലും അവർ പറയുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടാൽ, എന്താണ് അവർ പറയുന്നതിൻ്റെ ഒരു കോർ മീനിങ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനൊന്നും ചെയ്തിരുന്നു അങ്ങനെ? ഏത് നമ്മൾ ലൈറ്റ്സ് ഓൺ ചെയ്തിരുന്നു. നമ്മളത് എല്ലാവരോടും പറഞ്ഞിരുന്ന കാര്യമല്ലേ. നമ്മൾ ഭാരതീയരാണ്. ഇവിടെ എന്താ പറയുക, അത് UP മാത്രം പറഞ്ഞ കാര്യം അല്ലെങ്കിൽ മോദിജി ഉള്ളിടത്ത് പറഞ്ഞ കാര്യമല്ലേ, ഭാരതീയരാണ്. നമ്മളോടൊരു കാര്യം, നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട കാര്യം, അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അതായത് രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. അത് പറയുന്നത് ശരിയെന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യണം. തീർച്ചയായിട്ടും അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നു, മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ BJP വിട്ടു നിൽക്കുന്ന ആളുകൾ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ്, ഇവിടുത്തെ മറ്റുള്ള പാർട്ടികൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നതാണോ അതോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? തീർച്ചയായിട്ടും. കാരണം BJP വർഗീയത കൊണ്ട് നടക്കുന്ന ഒരാൾക്കാരല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ 5ഓളം ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP ആണ്. തുടർച്ചയായിട്ട് റിപ്പീറ്റഡ്ലി ആണ്. ആദ്യത്തെ ഒരു ഇലക്ഷൻ ജയിച്ചു എന്നുള്ളതല്ല, അവർ തന്നെയാണ് വീണ്ടും ഇവരെ ജയിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വർഗീയത കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴേ. ഇനി മുസ്ലിംസിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ചെറുപ്പം മുതൽ, കുഞ്ഞിലെ മുതൽ ഇതാ ഇപ്പോൾ വരെ എനിക്ക് എത്ര മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടെന്ന് അറിയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു മുസ്ലിംസ് ഉണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ അമ്മയുടെ കൂട്ടുകാർ, അവരോടൊക്കെ ചോദിച്ചാൽ മതി ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. ഇതൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ജാതി മതം എന്നുള്ളതൊക്കെ സെപ്പറേറ്റ്. നമ്മളെല്ലാം മനുഷ്യരാണ് എന്നുള്ളൊരു ബേസിക് നോളേജ് നമ്മുടെ ഉള്ളിൽ വേണം. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എനിക്ക് എല്ലാവരും മനുഷ്യരാണ്. അല്ലാതെ അത് ക്രിസ്ത്യാനിയാണ് അവരോട് മിണ്ടേണ്ടത്, അത് മുസ്ലിമാണ് അവരോട് മിണ്ടേണ്ടത്, അങ്ങനെയല്ല. അവരെല്ലാം ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ. ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യാനേ പഠിച്ചിട്ടുള്ളൂ. എനിക്കിഷ്ടം, ഞാൻ പഠിപ്പിക്കുന്ന എത്രയോ മുസ്ലിം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചൊക്കെ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു ആ തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഹേറ്റ്രഡ്, എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ വിഷയങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ കുറേ ഹേറ്റ്രഡ് അങ്ങ് പരത്തുകയാണ്. ആൾക്കാരാണ് ഈ പ്രചരിപ്പിക്കുകയാണ് ആക്ച്വലി ഇതെല്ലാം. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പം ഞാൻ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാര്യം എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. ഈ ഭരണപക്ഷം ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഈ 10 വർഷം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അങ്ങനെ വെച്ചാൽ എന്തെങ്കിലും ഒരു ഉപകാരം? അതെ, എനിക്ക് ശരി എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ് എനിക്കിഷ്ടം.
പക്ഷേ എന്നിരുന്നാലും ഈ എന്താ പറയുക, നമുക്ക് ചില കാര്യങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ലാതെ വേണ്ടുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഇപ്പോൾ പോലും ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ വാസൻ സാറിനെ കുറ്റം പറയണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയെ കുറ്റം പറയുകയാണെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ അതല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും ഇവർ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഒരു പാർട്ടി പൊളിറ്റീഷ്യൻസ് ഇതുപോലെ നമ്മുടെ ഈ വീടുകളൊന്നും കാണാൻ പോയിട്ടില്ല. ഞാൻ ചെന്നിടത്തൊന്നും അവർ പറഞ്ഞതാണ് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത്. അവിടെ ഞാൻ ചെന്ന് മനസ്സിലാക്കി അവരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർ പിന്നെ അപ്പോൾ ഈ 10 വർഷം കൊണ്ട് ഇവരെന്താ ചെയ്തത് എനിക്ക് തന്നെ തോന്നിപ്പോയി. ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു ഇല്ല ഇപ്പോൾ റോഡൊക്കെ പണിതിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ പിന്നീട് ഞാനിപ്പോൾ ഇറങ്ങി പ്രവർത്തിച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നിങ്ങനെ വരുത്തി വെക്കും. ആളുകൾ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ്. അതൊക്കെ എന്താ പറയുക, ഈ വീഡിയോ ഇങ്ങനെ ഞാൻ പറയുന്നത് കണ്ടാൽ പോരാ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. നമ്മുടെ ഈ നാട്ടിൽ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമത്തിലെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഒരു വീടില്ലാത്തവർ അല്ലെങ്കിൽ ഇത് ഇപ്പോഴും തോണി തുഴഞ്ഞ് ഡെയിലി യാത്ര ചെയ്യുന്നവരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. 2026 ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്ന് പോട്ടെ, നമുക്കതിനുള്ള പദ്ധതികളോ പൈസയൊന്നും ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ സമ്മതിക്കാം. പക്ഷെ ഇത് അതിനെല്ലാം ഉള്ളതുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇത് ആൾക്കാരിലേക്ക് എത്തുന്നില്ല? അത് കേരളം കോടിക്കണക്കിന് രൂപ ഇതിൽ കടബാധ്യത ഉള്ളതാണ്. ഈ ഒരു ഭരണപക്ഷം അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്നത് മാത്രമാണോ അങ്ങനെ ആയത്? ഏറെക്കുറെ. കാരണം ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ഈ കടക്കണിയൊക്കെ ഉണ്ടായത്. ഇവർ മെയിനായിട്ട് പറയുന്ന കാര്യം കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല മാം പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. അതായത് 311.95 ആണെന്ന് തോന്നുന്നു, അത്രയും കോടി നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. അതൊന്ന് കൈപ്പറ്റാനുള്ള അപേക്ഷ പോലും കൊടുത്തിട്ടില്ല കേരളം. അപ്പോൾ പിന്നെ ഇതിലപ്പുറത്തേക്ക് കേന്ദ്രം എവിടെ പൈസ കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇത് വേണ്ട പദ്ധതികളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവർ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനങ്ങ് തഴയാണ്. അല്ലാതെ ഇതൊന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഭരണത്തിൽ വന്നെങ്കിലാണ് ഇത് ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് അവരുടെ കുത്തക പോലെ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താ ഉള്ളിൽ ഇൻറ്റേർണലി എന്ത് നടക്കുന്നു എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സ്ഥിരമായി ഇരിക്കുന്നവർ മാറണം. പുതിയ ഇപ്പം എൻ്റെ കാര്യം തന്നെയല്ല, ആരായാലും പുതിയ ആൾക്കാർ വരണമെങ്കിലേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ ഇൻറ്റേർണലി അവിടെ നടക്കുന്നത്, എന്തുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല, ശരിക്കും എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയണമെങ്കിൽ പുതിയ തലമുറ യുവജനങ്ങൾ വരണം. അത് ഞാനെന്നല്ല, എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, യുവജനങ്ങൾ വരണം. അത് വന്നെങ്കിലേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ട് BJP-ന്ന്, നമ്മുടെ സുരേഷ് ഗോപി. അപ്പോൾ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ കേരളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്സാക്കാം. പക്ഷേ ചുമ്മാ പാസ്സാക്കാൻ പറ്റില്ല. എന്നാലും ആളുകൾക്ക് അല്ലെങ്കിൽ അതിലേക്ക് തോന്നുന്നുണ്ടോ തൃശ്ശൂരിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ള? ഈ സുരേഷ് ഗോപി സാറിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് പണ്ട് മുതൽ അദ്ദേഹത്തെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, സത്യം പറഞ്ഞാൽ അച്ഛൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ജയിക്കല്ലേ എന്ന്. കാരണം ഞങ്ങൾക്ക് കിട്ടാനുള്ളതും കൂടെ ചേർത്താണ് അച്ഛൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമുക്കൊക്കെ വിസിബിളായ കാര്യമാണ്. ആളുകളോട് ഈ ട്രോളും ഇതും വരുന്നത് മാറ്റി നിർത്തൂ. യഥാർത്ഥ ജനങ്ങളോട് ചോദിക്കണം. അവർക്ക് അതായത് ഈ പാർട്ടി കയറുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം എത്ര ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസ കൊടുത്ത് സഹായിച്ചിരിക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു, ജോലി വാങ്ങി കൊടുക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊന്നും വയ്യാത്ത കുറേ ആൾക്കാർക്ക് ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാളാണ്. ആ ആൾക്ക് അധികാരവും അല്ലെങ്കിൽ ആ രീതിയിൽ ഫണ്ടും കാര്യങ്ങളും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. ഇത് എന്താ പറയുക, ജനങ്ങളിലേക്ക് ഇതിങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് എടുത്ത് ട്രോൾ ഉണ്ടാക്കുക, ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും യഥാർത്ഥ ജനങ്ങളോട് ഇപ്പോൾ ഇവിടെ തന്നെ എൻ്റെ കാര്യം, അപ്പോൾ എനിക്കിപ്പോഴത് ഇതൊക്കെ മനസ്സിലായത്. കാരണം എൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നുമല്ല യഥാർത്ഥ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ്. രണ്ടും തമ്മിൽ ഭയങ്കര ഒരു അന്തരമുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശരിക്കും എന്താ നമ്മുടെ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. ഈ പാർട്ടിയിൽ മാതിരിയുടെ റോൾ മോഡലാണ് അല്ലെങ്കിൽ ആരെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പാർട്ടിയിലേക്ക് എത്താൻ കാരണം? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് നമ്മുടെ സാബു സാർ എൻ്റെ വലിയൊരു റോൾ മോഡലാണ്. കാരണം ഞാൻ ഒരു ബിസിനസ്സുകാരിയും കൂടെയാണ്. അതുകൊണ്ട് ഓഫ് കോഴ്സ് നമ്മളെപ്പോലുള്ളവർക്ക്, കാരണം സാറ് എൻ്റെ ഒപ്പം തന്നെ ആ ഒരു ജനസേവനം അല്ലെങ്കിൽ ആളുകൾക്ക് ഗുണം ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ആളുണ്ട്. പിന്നെ അതുപോലെ ഞാനിപ്പോൾ പറയട്ടെ, ഞാൻ നിൽക്കുന്നത് BJP-യിലാണ്. പക്ഷേ എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എനിക്ക് വേണേൽ പറയാണ്ടിരിക്കാൻ പറ്റുന്നത്, അദ്ദേഹം വേറെ പാർട്ടിയാണ്, പക്ഷേ ഞാൻ അവിടെ നോക്കിയത് വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി
എന്താ പറയുക കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൾ യൂത്ത് നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസിൻ്റെ ഒക്കെ ആ ഒരു ടെക്നോക്രാറ്റ് ആണ് ആൾ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്താ പറയുക ഒരു ഈ കറൻറ്റ് യൂത്തിന് എന്ത് വേണം, രാജ്യത്തിൻ്റെ യൂത്ത് വൈസ് ഒരു ഡെവലപ്മെൻറ്റിന് എന്ത് വേണം എന്നുള്ളൊരു നല്ല വിഷനുള്ള ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവരൊക്കെ എൻ്റെ റോൾ മോഡൽസ് തന്നെയാണ്. ഒരു യൂത്ത് ആരും ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല, അത് പഴയ ആളുകൾ തന്നെ വോട്ട് ചെയ്യുന്നുള്ളൂ. അത് ഇപ്പോൾ യൂത്തിനെ വോട്ട് ചെയ്യാൻ കൊണ്ടുവരാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് മാറ്റം വരണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ചേട്ടൻ തന്നെ ചോദിച്ചു യൂത്ത് വോട്ട് ചെയ്യുന്നില്ല എന്ന്, എന്തുകൊണ്ടാണ്? മടുത്തിട്ടില്ല, വിശ്വാസം ഇല്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇവർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? മാറ്റം വരണം, മാറ്റം വന്ന് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇവർ യൂത്ത് വോട്ട് ചെയ്യും. ഈവൻ ഈ ഞാനടക്കം എനിക്കൊക്കെ ആദ്യം തോന്നിയിട്ടുണ്ട്, ഓ വേണ്ട വോട്ട് എന്തിനാ, നമുക്കൊരു ഉപകാരം ഇല്ലല്ലോ, ഒന്നും ചെയ്യേണ്ടാന്ന്. ഈ തോന്നൽ എല്ലാ യൂത്തിനും ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ മടുത്തു. ഇത് തന്നെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യം കണ്ട് നമ്മൾ ഓരോ തവണയും വോട്ട് ചെയ്യുമ്പോൾ ഒരു വിശ്വാസത്തിലാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെൻ്റെ മാത്രമല്ല, ഇവരോട് ചോദിച്ചു നോക്ക്, ഈ നാട്ടിലുള്ള ജനങ്ങളുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ എന്താ പറയുക ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ യൂത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആർപ്പുക്കര പഞ്ചായത്തിൽ പര്യടനത്തിന് മുമ്പ് അവിടുത്തെ SMEയിലെ കുറേ കുട്ടികളെ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എങ്ങനെ, നിങ്ങളുടെയൊക്കെ ഒരു ഇടയിലുള്ള റിവ്യൂ എങ്ങനെ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും ഒരു പാർട്ടിയിലും ഉള്ളവരല്ല, ഇതായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആര് വന്നാലും കുഴപ്പമില്ല, മാറ്റങ്ങൾ ഉണ്ടായാൽ മതി, വികസനം ഉണ്ടായാൽ മതി, ഞങ്ങൾക്ക് ജോലി കിട്ടിയാൽ മതി എന്ന്. അവർ SMEയിൽ പഠിക്കുന്ന കുട്ടികളാണ്, ഞങ്ങൾക്ക് ജോലി കിട്ടിയാൽ മതി എന്ന്. അപ്പോൾ അത്ര പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതുവരെ ഉള്ളത് മടുത്തു, അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തോ ഒരു മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, അത് എല്ലാ ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മളാണ് ജയിച്ച് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂത്തിന് ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഈ കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ഡെവലപ്മെന്റ് വികസന പ്രവർത്തനങ്ങൾക്ക് എന്തോ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു തടസ്സമാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത്. PM ശ്രീ എന്ത് നല്ലൊരു പദ്ധതി, അതിവിടെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. അതുപോലെ കുമരകം, നമ്മുടെ കേന്ദ്രം കുമരകം പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എത്രമാത്രം G20 സബ്മിറ്റ് വരെ നമ്മുടെ കുമരകത്ത് വെച്ചത് ലോകം മൊത്തം അറിയപ്പെടട്ടെ എന്ന് വെച്ചാൽ അതുപോലും എന്താ പറയുക അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു കുമരകം പാക്കേജ് കൊണ്ടുവരാൻ പോലും എത്ര ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ഒരു മുഖച്ഛായ മാറുന്ന ഒരു കാര്യമാണ്. അതുപോലും ചെയ്യാൻ ഇവർ റെഡിയല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മാറണം. ഇപ്പം ഞാനിപ്പോൾ ഒരാൾ വിചാരിച്ചുകൊണ്ട് ഇത് മാറും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും. നമ്മുടെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. ബാക്കിയുള്ളവരോടത്ത് എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? സ്ഥാനാർത്ഥിയെക്കുറിച്ച് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. കാരണം ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന് ഈ മണ്ഡലത്തിൽ തന്നെ ജനിച്ചു വളർന്ന, മറ്റുള്ളവരെ വെച്ച് നമ്മൾ ആരും തന്നെ ദത്തെടുക്കാതെ ഈ മണ്ഡലത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രായക്കുറവ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു? ഏറ്റവും നല്ല കാര്യമാണ്. പ്രായം കുറഞ്ഞവരാണ് രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത്. കാരണം പ്രായമുള്ളവരുടെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടത്. ഇപ്പോൾ ഈ ജനാധിപത്യ സഖ്യം, ദേശീയ ജനാധിപത്യ സഖ്യം പല കാര്യങ്ങളും നമ്മളിപ്പം നമ്മുടെ പ്രകടന പത്രികയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ മണ്ഡലത്തിൽ തന്നെ ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന അയ്മനം ഗ്രാമപഞ്ചായത്തുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത്, ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇലക്ഷന് ദേശീയ ജനാധിപത്യ സഖ്യം BJP മുന്നോട്ട് വെച്ച് ചില വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. ആ വാഗ്ദാനങ്ങൾ 2 മാസം കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതുമായിട്ട് റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ PT ഉഷയുടെ ഫണ്ടിൽ നിന്നും നമുക്ക് അനുവദിച്ചുകൊണ്ട് 54 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു പാലത്തിന് നമുക്ക് 2 മാസം കൊണ്ട് അനുവാദം കിട്ടുകയാണ്. അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെയുള്ള പരിപാടികൾ ഇപ്പം നമുക്ക് ഈ PT ഉഷയുടെ ഫണ്ടിൽ നിന്ന് കിട്ടി. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ ചോദിച്ചു കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നത്? തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയെങ്കിൽ കേന്ദ്രത്തിൽ നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ പ്രോജക്റ്റുകളും കേന്ദ്ര പ്രോജക്റ്റുകൾ പേര് മാറ്റിക്കൊണ്ടാണ് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ മണ്ണടിച്ചുകൊണ്ട് പോകുന്ന ലോറികൾ ഇഷ്ടംപോലെ കാണാം. അതിൻ്റെയൊക്കെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതെല്ലാം സടക്ക് യോജന, പ്രധാനമന്ത്രി സടക്ക് യോജനയുടെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ PWയുടെ പേരിലാണ് അവർ നടത്തുന്നത്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിന് തീർച്ചയായിട്ടും ആതിരെ പോലെയുള്ള ഒരു കുട്ടിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ മണ്ഡലത്തിലുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ ദിവസം ചെല്ലുന്തോറും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആതിര എപ്പോഴെങ്കിലും മോദിനെ നേരിട്ട് കാണുക, സംസാരിക്കുക ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അയ്യോ, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഇതുവരെ ഇല്ല. ആഗ്രഹം ഉണ്ടാവും? പിന്നെ തീർച്ചയായിട്ടില്ലേ, നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ. എന്ത് ചോദ്യം ആദ്യം എന്താ ചോദിക്കുക കണ്ടു കഴിഞ്ഞാൽ? നമസ്തേ പറയൂ ആദ്യം തന്നെ. പിന്നെ തീർച്ചയായിട്ടും എന്താ പറയുക, മോദിജി ഇങ്ങോട്ടായിരിക്കും
എന്തെങ്കിലുമൊക്കെ ചോദിക്കാമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതാണ് ഒരു രീതി. അപ്പോൾ എന്താ പറയുക, തീർച്ചയായിട്ടും നമ്മുടെ എനിക്കൊരു അവസരം കിട്ടിയാൽ കേട്ടോ അതെടുത്ത് പറയണം. നമുക്ക് അതിനുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ടൈം കിട്ടിയാൽ ഡെഫിനറ്റ്ലി എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച്, അതായത് നമുക്കിവിടെ ഒരാൾക്കൊരു ഉറപ്പിച്ചൊരു വാഗ്ദാനം കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ. അപ്പോൾ ആ തരത്തിൽ ഉള്ള എൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിലപ്പോൾ ചോദിക്കും. ഇപ്പം ഞാൻ പറയത്തില്ല. അപ്പം ആതിരയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസിത കേരളം എന്ന ലക്ഷ്യമാണ്. അതിനകത്ത് മാറാത്തത് എന്തൊക്കെയാണോ അതെല്ലാം മാറും, അല്ല മാറ്റാൻ വേണ്ടിയിട്ടാണ് ആതിരയെ പോലെ ആൾക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. എത്ര സീറ്റ് പ്രാവശ്യം BJPക്ക് കിട്ടും ഏകദേശം ഒരു കണക്ക്? അതൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്, ഒക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. എല്ലാ സീറ്റും കിട്ടട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു നമ്പർ കിട്ടും എന്നുള്ളൊരു വിശ്വാസവും. കാരണം അതൊരു ചരിത്രമായി മാറും. പിന്നെയില്ലേ, കാരണം ഇത്രയും വർഷങ്ങളായിട്ട് കുത്തകയായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ അവിടെ തന്നെ ചരിത്രമാണ്. ഇപ്പം തന്നെ സത്യം പറയട്ടെ, മറ്റ് പാർട്ടികൾക്കൊരു പേടി തട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെ നമ്മുടെ ഒരു വിജയം തന്നെയാണ് ആക്ച്വലി. അതായത് ഇത്രയും നാളും ചോദിക്കാൻ ആരും ഇല്ല, എന്തുമാവാന്നുള്ളൊരിത് അതിൽ നിന്നൊന്നും മാറി അവർക്കൊരു ഇല്ല, ചോദിക്കാൻ ആൾക്കാർ വരും എന്നുള്ളൊരു, ചോദ്യങ്ങൾ ഉയരും എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് നൽകാം, പക്ഷെ എന്താ പറയുക, നടത്താൻ പറ്റുന്നത് കൊടുക്കട്ടെ. ആന കൊടുത്താൽ ആശ കൊടുക്കരുതെന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെ വെറുതെ അവരെ ഇങ്ങനെ എന്താ പറയുക കിട്ടുമെന്ന് പ്രതീക്ഷിപ്പിച്ചിട്ട് കളയുന്നതിലും നല്ലത്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എറണാകുളത്ത് ഇന്ദിരാ ക്യാൻറ്റീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത്. അത് ഇലക്ഷൻ കഴിയുമ്പോൾ അടച്ചുപൂട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഏറെക്കുറെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അതിലൊന്നും അധികം കമൻസ് എനിക്ക് പറയാനില്ല. കാരണം ഇതൊക്കെ ഒരു പ്രഹസനം എന്നുള്ളതേ പറയാനുള്ളൂ. പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് കേരളം ഒട്ടാകെ ഇന്ദിരാ ക്യാൻറ്റീൻ വരുമെന്നാണ് പറയുന്നത്. വന്നാൽ നല്ലത്, അത്രേ നമുക്ക് പറയാനുള്ളത്. ആര് കൊണ്ടുവന്നാലും വന്നാൽ നല്ലതാണ്. പക്ഷെ അത് കൊണ്ടുവരുമോ വരുമോ എന്നുള്ളതൊന്നും ഓരോ ഉറപ്പുമില്ല. കാരണം ഒന്നും ഞാൻ പറയുന്നില്ല. അത് വരട്ടെ, എനിക്ക് എത്രയേ ഉള്ളൂ. നല്ല കാര്യം, അത് ആരിപ്പോൾ നമ്മൾ കൊണ്ടുവന്നാലും അവർ കൊണ്ടുവന്നാലും നല്ല കാര്യം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമല്ലേ, കൊണ്ടുവരട്ടെ എന്നേ പറയാനുള്ളൂ. കൊണ്ടുവരട്ടെ. അതിൽ ഒരു പക്ഷേ BJP സ്ഥാനാർത്ഥി ആയിരുന്നില്ലെങ്കിൽ ഇത്രയും ട്രോളുകൾ കിട്ടില്ല തോന്നുന്നുണ്ടോ? അതെനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് എന്താ പറയുക, നമ്മുടെ നോർമൽ ജനങ്ങൾ, അതായത് ഈ നിഷ്പക്ഷമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിക്കുന്ന, വായിച്ച് മനസ്സിലാക്കുന്ന ആളുകളല്ലാത്ത നമ്മുടെ പക്ക കോർ പാർട്ടി സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, കുറേ ആളുകൾ, മറ്റ് പാർട്ടികളുടെ സപ്പോർട്ടേഴ്സ്. പിന്നെ ഇവർ കൊടുക്കുന്ന PR, ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചറിയാം, മൊത്തം PR വർക്കാണ്. അത് നമുക്കിപ്പോൾ ആളുകളെ പോലും നമുക്കതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മൾ നോക്കിയാൽ മതി, ഓരോന്നിനകത്ത് ഒരേ ID എന്നാണ് ഈ കമൻറ്റ്സ് പോകുന്നത്. മൊത്തം ഈ PR വർക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഒരു നെഗറ്റീവിനെ നമ്മളത് മൈൻഡ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് ഈ ഹാർഡ് കോർ, അതായത് അവർക്ക് ചിലപ്പോൾ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും അവർ ചെയ്യുന്ന തെറ്റാന്ന് അറിയായിരിക്കും, പക്ഷേ അവർ ഭയങ്കര സപ്പോർട്ടേഴ്സ് അല്ലേ, പാർട്ടി സപ്പോർട്ടേഴ്സ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് എന്താ പറയുക, അത്രേ ഉള്ളൂ. ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വീടിൻ്റെ പേരിന് കട്ടകൾ കെട്ടി 4 വശത്ത് ഇങ്ങനെ ഒരു പേരിന് ചോദിച്ചാൽ വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ രീതിയിൽ ഒറ്റ മുറിയിലാണ് ഇവരെല്ലാവരും കൂടെ താമസിക്കുന്നതും. അപ്പോൾ അതൊക്കെ ശരിക്കും അവർക്കൊക്കെ സ്ഥലം സ്വന്തമായിട്ടുള്ളവർ, അപ്പോൾ സുഖമായിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇതുവരാരും കൊടുത്തില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം തൊഴിലവസരമാണ്. നമ്മൾ മഞ്ചാടിക്കരിയൊക്കെ പോയിരുന്നു, അവിടെയുള്ള ആളുകളുടെ മൊത്തം അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർ തൊഴിൽ കൊടുത്താൽ മതി എന്ന് മാത്രം അവർ പറയുന്നത്. കാരണം അവർക്കൊക്കെ സ്വയം തൊഴിൽ വഴി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പം കുമരകം എന്തായിരുന്നു, നമ്മുടെ പദ്ധതികളുണ്ട്, ടൂറിസം പദ്ധതികളുണ്ട്, ഇതിനൊക്കെ ഉള്ള സപ്പോർട്ട് നമുക്ക് ഈവൻ കേന്ദ്രത്തിൽ നിന്ന് പോലും തരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഉള്ളവർ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഇതുപോലെ തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ യുവാക്കൾക്കായിക്കോട്ടെ, കുറച്ച് അവിടെയൊക്കെ മഞ്ചാടിക്കരിയിലൊക്കെ പ്രായവർക്ക് പോലും തൊഴിലില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇതായിരിക്കും നമ്മൾ ചെയ്തു കൊടുത്താൽ കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇത്തവണ പത്രിക ഇറക്കിയപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൻ്റെ കാര്യം. അതായത് ഒരു കിഴക്കമ്പലം, ഈ കിഴക്കമ്പലം ഞാനിവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആദ്യം കുറേ കളിയാക്കലായിരുന്നു. നിസാരം ഞാൻ പറയട്ടെ, കിഴക്കമ്പലത്ത് ചെയ്തത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് മാത്രമല്ല, ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തതും ആ കിഴക്കമ്പലം പ്രൊജക്റ്റിൽ പെടുന്നതാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്, പ്രശ്നങ്ങൾ ചെറുതായിട്ടും വലുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മേജർ പ്രശ്നങ്ങൾ ഇത്രയും നാൾ നമ്മൾ പോയെടുത്ത് കണ്ടത് ഇത്രയൊക്കെയാണ്. ഇടയ്ക്ക് ന്യൂസ് കണ്ടിരുന്നു, വി. എൻ. വാസവനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് പറയാം.
അത് ആദ്യത്തെ ഏറ്റവും ആദ്യം കണ്ട സമയത്തായിരുന്നു. നമ്മൾ അമ്പലത്തിൽ എവിടെയായിരുന്നു, ചെങ്ങളത്തുകാവിൽ വെച്ചിട്ടല്ലേ, ചെങ്ങളത്തുകാവിൽ ചെന്നപ്പോൾ സാറ് എൻ്റെ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഞാൻ സാറിനോട് അങ്ങോട്ട് എന്ന് സംസാരിച്ചു. സാർ മനസ്സിലായോ, ഞാനാണ് നമ്മുടെ കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ് ആരാ, എവിടെയാണ് വീട്, ഞാൻ പറഞ്ഞു ഏറ്റുമാനൂരാണ്. അപ്പോഴത്തേക്കും കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ സാറിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ആങ്കർ ചെയ്തിട്ടുള്ള ആളാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഒരു പുച്ഛഭാവത്തിലാണ് ആൾക്ക്, നമ്മളെ ഒന്നും കാര്യമില്ല, നമ്മളെ കാര്യം എന്നുള്ള രീതിയിലാണ് ആളവിടെ പ്രസൻറ്റ് ചെയ്തത്. അത് സ്വാഭാവികം, ആളുടെ അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് വിഷമം തോന്നി, കാരണം ഒരുപാട് പ്രോഗ്രാംസ് ആളുടെ ഞാൻ ആങ്കർ ചെയ്തിട്ടുള്ള, ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുള്ളവരാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ഇല്ല, അപ്പം അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതും മോശമാണ് സാറിൻ്റെ. അപ്പോൾ സാർ അത്ര പോലും നമ്മുടെ നാടിനെ പറ്റി ശ്രദ്ധിക്കുന്നില്ലേ, ഓപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആരാന്ന് പോലും അറിയാൻ ഉള്ള ഒരു ഇതില്ല എന്ന് പറയുന്നത് മോശമാണ്. പക്ഷേ എനിവേ അത് കഴിഞ്ഞു, അത് അവരുടെ ഒരിത്, ഞാനും അത് വിട്ടു, അത്രേ ഉള്ളൂ. പ്രായം കുറഞ്ഞ മത്സരാർത്ഥി കൂടിയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് ഉള്ള എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജനങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. അവർ നമ്മളെ ഹൃദയത്തിൽ ചേർത്താണ് സംസാരിക്കല്ലേ ഹൃദയത്തിൽ ചേർത്താണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിലൊന്നും എനിക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന്, കൃത്യമായി പറഞ്ഞാൽ മിനിങ്ങാന്ന് നമ്മുടെ നീണ്ടൂർ പഞ്ചായത്തിലായിരുന്നു ജനസമ്പർക്കം. അപ്പോൾ അവിടെ ശാസ്താങ്കൽ, ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ നമ്മൾ ഉച്ചയ്ക്ക് പോയ സമയത്ത് അവിടെ വാസൻ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനെ നേരെ കണ്ടു. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ സാറിനെ കണ്ട് കൈകൂപ്പി. സാറ് മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ മുഖം തിരിച്ച് ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ സാറിൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിലൊരാൾ നമ്മുടെ കൂടെ ക്യാമറ എടുത്തുകൊണ്ടിരുന്ന പയ്യനുണ്ട്. അപ്പോൾ 21 വയസ്സേ ഉള്ളവന്. അവൻ എടുത്തുകൊണ്ട് അവൻ്റെ ക്യാമറ ആ കൂടെ നിന്ന ആൾ ഇങ്ങനെ തള്ളി അത് പൊട്ടിക്കാൻ ശ്രമിച്ച മാതിരി ഇങ്ങനെ തള്ളി ഇതാക്കി. അവൻ്റെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് അവിടെ വെച്ച് നമ്മളത് അറിഞ്ഞില്ല. അവൻ വല്ലാണ്ട് പേടിച്ചു പോയി, 21 വയസ്സല്ലേ ഉള്ളൂ. അവൻ വല്ലാണ്ട് പേടിച്ചു പോയി. അപ്പോൾ അവിടെ വെച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ചോദിക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നമുക്ക് പോട്ടെ, അത് കുഴപ്പമില്ല, ആർക്കും നമുക്ക് പേഴ്സണലി ഒരു ഹാനികരം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇത് നമുക്ക് അത്ര അക്സെപ്റ്റബിൾ അല്ല. ഇതിപ്പോൾ ഇതൊക്കെ കാണുന്ന നമുക്കിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ എന്ത് പേടിയാണ്.